നീ എല്ലാം സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ എനിക്കറിയാം ആരെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല. ഒന്നുകിൽ അവര് അല്ലെങ്കിൽ ഞാൻ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത വഴി എന്താന്ന് ആലോചിക്കുക. ഏതായാലും അവനെയും കുട്ടിയെയും ഊർമിളയും കൂട്ടി അയക്കുന്ന പ്രശ്നമില്ല. എന്തു വന്നാലും അതിന്റെ പേരിൽ കുട്ടി കരഞ്ഞാൽ പോലും. ദേ അപ്പു, ഇതാണോ നീ സംസാരിച്ച് ശരിയാക്കാൻ നേറ്റത്? ആ കിളവിത്തള്ള ഇപ്പോഴും വന്ന് എന്നോട് വഴക്കിട്ടിട്ട് പോയി. TV കാണാൻ പാടില്ല പോലും. കാണുന്നെങ്കിൽ മലയാളം ചാനലിൽ കാണണമെന്ന്. അങ്ങനെ അവരുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. നീ എല്ലാം സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ എനിക്കറിയാം ആരെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല. ഒന്നുകിൽ അവര് അല്ലെങ്കിൽ ഞാൻ. ആരുടെ വാക്കിലാ ജീവിക്കേണ്ടെന്ന് അന്ന് ഞാൻ തീരുമാനിക്കും. എന്താ, നിനക്കൊന്നും മിണ്ടാനില്ലേ? നിന്റെ അമ്മയല്ലേ, നിനക്ക് പറയാൻ മടിയുണ്ടാവും. വേണ്ട, ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ഒരു സംസാരവും ബഹളവും കഴിഞ്ഞ് ഒരാളിപ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഒരു വശത്ത് അമ്മ, മറുവശത്ത് ഭാര്യ, പിന്നെ ഒരു വശത്ത് നീയും. ഞാനും ഒരു മനുഷ്യനാ. ആ ഒരു കൺസിഡറേഷനിലും എനിക്ക് താ. ഒരു കുടുംബമാകുമ്പോ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. എല്ലാത്തിനും ഇങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്. എന്റെ നിവർത്തികളോടാണ് ഞാനിങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത്. തനിക്ക് കോംപ്രമൈസ് ചെയ്യണം, അത് തന്റെ കുടുംബമായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെന്റെ ആരുമല്ല. നീ കാരണമുള്ള ബന്ധമേ ഉള്ളൂ. അതിന്റെ പേരിൽ എന്നെ ഭരിക്കാൻ വന്നാ ഞാൻ വിടില്ല, ആരായാലും ശരി. ഞാനിപ്പോ എന്താ വേണ്ടത് ഒന്ന് പറഞ്ഞതാ. നിലയ്ക്ക് നിർത്തണം. തള്ളയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ താൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങളുടെയും വിഷമങ്ങളുടെയും കോമ്പൻസേഷൻ എനിക്ക് തന്നെ എന്നെ ഒഴിവാക്കി വിട്. അപ്പൊ പിന്നെ എന്നെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ. തനിക്ക് മനസ്സമാധാനവും കിട്ടും. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്തോറും തനിക്കിവിടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. എന്ത് വേണമെന്ന് ആലോചിക്ക്, എന്നിട്ട് തീരുമാനിക്ക്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പൊ എനിക്കൊരു നിവർത്തിയില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം പോലും ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. അല്ലാതെ ഞാൻ ക്ലിയർ ചെയ്യുമായിരുന്നു. ഇപ്പോ ഞാൻ അത്രയ്ക്ക് തകർന്നിരിക്കുക. നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. എനിക്ക് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. മുന്നും പിന്നും നോക്കേണ്ട ആവശ്യവും ഇല്ല. നഷ്ടപ്പെടാനില്ലാത്തവളും നഷ്ടപ്പെടാൻ ഏറെ ഉള്ളവനും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ. മത്സരം കൊഴുത്ത ജീവിതം പോലും ചോദ്യചിഹ്നമാകുന്നത് നിനക്കായിരിക്കും. ഓർത്തു നോക്ക്, ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളൊക്കെ. അതിലേതെങ്കിലും ഒന്ന് വെളിപ്പെടുത്തിയ ഈ പള്ളിക്കൽ തറവാട് നടുങ്ങും. നിന്റെ മുഖത്ത് ഇവിടെയുള്ളവർ കാറിത്തുപ്പും, നിന്റെ കൂടപ്പിറപ്പുകൾ പോലും. അറിയാം, കഴിഞ്ഞതൊന്നും മറന്നിട്ടല്ല ഞാൻ. നിനക്ക് വേണമെങ്കിൽ ഇപ്പോഴെന്നെ ഏറ്റവും നിന്ദിനാക്കാം. അപ്പൊ മനുഷ്യവർഗത്തിന് തന്നെ അപമാനമാണെന്ന് പറയാം. കാരണം കഴിഞ്ഞുപോയ കഥകൾക്കൊക്കെ എനിക്കൊപ്പം പങ്കാളിയായത് നീ കൂടിയാണ്. എന്റെ പ്രവർത്തികളെ മനഃപ്പാടമാക്കിയവൾ ആണല്ലോ. ആ ഓർമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണം. എനിക്കിപ്പോ മരണഭയമില്ല, ഇരുട്ടിന് പേടിയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ മരണം നിന്റെ കൈകൊണ്ടാകരുത്. ഞാൻ ഇല്ലാതാകുകയാണെങ്കിൽ അതിനു മുമ്പ് നിന്റെ പക്കൽ നിന്ന് പലതും നേടണം. ഇപ്പോ എനിക്ക് മുന്നിലും പിന്നിലും ഇമ വെട്ടാതെ കണ്ണുകളുണ്ട്. കഠാരയുമായി ചതിയിൽ വീഴ്ത്താൻ ഏത് നിമിഷവും ആൾക്കാരെത്താമല്ലോ. എന്റെ മരണത്തോടെ നിന്റെ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നിനക്ക് മറക്കുകയും ചെയ്യാം. തെളിവുകളുടെ കൂമ്പാര ഇല്ലാതാവുന്നോടെ നീ സ്വതന്ത്രനല്ലേ? വെറുതെ ചിന്തിച്ച് കാടുകാരണ്ട. തെളിവ് നശിപ്പിക്കാനായി നിന്നെ കൊല്ലാൻ ഞാൻ ആളെ വിട്ടിട്ടുമില്ല. നിനക്ക് വേണ്ടത് ഞാൻ തരും. കുറച്ച് സാവകാശം എടുത്തിട്ടാണെങ്കിലും അതെന്റെ വാശിയാ. ദേവി, ഇത് ഈ വാക്കുകളൊന്ന് വിശ്വസിക്കുക. ആദ്യം കടമകൾ നിറവേറ്റ്, എന്നിട്ട് വിശ്വസിക്കാം. അതുവരെ ആര്യ ഇവിടെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ നീ കണ്ണുടച്ച് കൂട്ടുനിൽക്കണം. എനിക്കെതിരെ പൊങ്ങുന്ന നാവ് നിശ്ചലാക്കണം, കൈകൾ വെട്ടണം.
ഞാൻ കേക്ക് മുറിക്കാൻ പോവാ. അവളുടെ ഒരു തിടുക്കം കണ്ടില്ലേ? ആ മുറിച്ചോ മോളെ. ഊതിക്കോ. ഇനി മുറിച്ചോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മമോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി പൂക്കളെ. ഓക്കേ, കഷ്ടം. ആ ആ കുറച്ചുകൂടെ. മതി. മോളെന്താ കഴിക്കാതിരിക്കുന്നേ? ശരിക്കും ഇന്ന് ആദ്യം മോളാ കഴിക്കേണ്ടത്. അതെന്താ? മോളുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട്. എന്നാ നമുക്ക് വാരിത്താ. അയ്യേ, നാണക്കേടല്ലേ? ബർത്ത്ഡേ ആയിട്ട് ആരെങ്കിലും കുട്ടികൾക്ക് വാരി കൊടുക്കുവോ? ആ, ആന്റി വാരിത്തരും. മോക്ക് വാരി തന്നോണ്ടിരുന്ന പിന്നെ ആന്റിക്ക് കഴിക്കണ്ടേ? ആന്റി കഴിക്കുകയും മോക്ക് വാരി തരികയും ചെയ്യും. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇവളുടെ ഒരു കാര്യം. സാരല്ലമ്മേ, ഞാൻ വാരി കൊടുക്കാം. ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് വിഷമമുണ്ട്. ഇപ്പോ എല്ലാറ്റിനും ഒരു ആന്റി ഉള്ളത് നന്നായി. ഇല്ലെങ്കിൽ ഈ ജോലിയൊക്കെ എനിക്കായനെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ അമ്മയെ കൊണ്ട് തരാൻ. തരാഞ്ഞിട്ടല്ലേ അച്ഛൻ അമ്മയുടെ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഡാഡി, മോളെ ഇന്ന് ബീച്ചിൽ കൊണ്ടുപോവോ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഡാഡി കൊണ്ടുപോയതല്ലേ? ഇന്ന് വേണ്ട, സൺഡേ ആവട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം. അത് വേണ്ട, ഇന്ന് പോണം. വാശി പിടിക്കണ്ട മോളെ. ഇന്ന് ഡാഡി ലീവ് അല്ലേ, ഒന്ന് പോയാലെന്താ? ഇവിടെ വെറുതെ ഇരിക്കല്ലേ. ഞാൻ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞില്ലേ? അത് പറ്റില്ല, ഇന്ന് പോണം. അല്ലെങ്കിൽ മോൾ മിണ്ടൂല. വേണ്ട വേണ്ട, ഇന്ന് പോവാം. ഇനിയിപ്പോ അതിന്റെ പേരിൽ കരച്ചിലും ബഹളമൊന്നും വേണ്ട. നല്ല ഡാഡി. ഡാഡി, നമുക്ക് ആന്റി കൂടി കൊണ്ടുപോവാ. ആന്റി പാവല്ലേ? ആന്റി വരുന്നില്ല മോളെ. ആന്റിക്ക് നല്ല സുഖമില്ല. സുഖയില്ലേലും സാരമില്ല. ഡാഡി ഡോക്ടർ അല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇല്ല മോളെ, ആന്റി വരുന്നില്ല. ഇവരുടെ നിർബന്ധങ്ങൾക്കൊക്കെ വിട്ടുകൊടുത്തിട്ടാ ഇങ്ങനെ. അയ്യേ, വേണ്ട മോളെ, കരയണ്ട. ആന്റി കൂടെ വരും. മോളോട് പൊയ്ക്കോ. ഇല്ലെങ്കിൽ ഇനി വെറുതെ അതിന്റെ പേരിൽ മുഖം വീർപ്പിച്ചോണ്ടിരിക്കും. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാഴ്ചയൊക്കെ കാണുമ്പോ മോക്കും മനസ്സിനൊരു സന്തോഷം കിട്ടും. മോനെ, ഊർമിളയും കൂടെ കൂട്ടിക്കോ. അയ്യോ വേണ്ടമ്മേ, എനിക്ക് വയ്യാഞ്ഞിട്ടാ. അത് പറ്റൂല, ആന്റിയും കൂടി വന്നേ പറ്റൂ, അല്ലെങ്കിൽ മോളും പോകുന്നില്ല. എനിക്ക് വയ്യാഞ്ഞിട്ടാ മോളെ. ആന്റി
കൊന്നേ പറ്റൂ. ഇല്ലെങ്കിൽ മോൾ ആന്റിയോട് കൂട്ടില്ല. സത്യം. എന്താ മാഷേ? താനിത് എന്തിറങ്ങിയിട്ടാ ടീച്ചറെ സംസാരിക്കുന്നേ? ശ്യാമിനൊപ്പം അവളെയും കുട്ടിയും കൂട്ടി വിടാനോ? താൻ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇതേ സത്യവാന്മാരും ധർമ്മിഷ്ഠരും മാത്രം ജീവിക്കുന്ന ദേവലോകമല്ല, അസുരഭാവമുള്ളവരും അസാന്മാർഗികളും ജീവിക്കുന്ന ഭൂമിയാ. വെറുതെ ആളുകളെ കൊണ്ടോരോന്ന് പറയിപ്പിക്കാൻ. ഒന്നാമത് വിഭാര്യനായി ജീവിക്കുന്നവനാ ശ്യാം. അവളും അങ്ങനെ തന്നെ. ദേ, അവൻ ഇവിടെ ഒരു ലീഡിങ് ഹോസ്പിറ്റലിലെ ഡോക്ടറാ. അവനെ അറിയുന്ന പലരും ഉണ്ടാകും ഈ നാട്ടില്. സമൂഹത്തിൽ ഇപ്പോൾ നല്ലൊരു സ്റ്റാറ്റസും പൊസിഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു ചീത്തപ്പേരുണ്ടാക്കി നശിപ്പിക്കണോ? കെട്ടവനെന്ന് പേര് കേൾപ്പിക്കാൻ വർഷങ്ങളൊന്നും വേണ്ട, നിമിഷങ്ങൾ മതി. താൻ ഈയിടെ ഒത്തിരി ബ്ലൈൻഡായിട്ട് സംസാരിക്കുന്നു. സ്നേഹം കൂടി കൂടി അത് അന്ധതയായിട്ട് പരിണമിക്കരുത്. ഞാൻ പറഞ്ഞത് ഊർമിളയ്ക്ക് മനസ്സിലായല്ലോ, എന്നിട്ട് തനിക്ക് മനസ്സിലായില്ലേ? അവൾ ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുമ്പോൾ താൻ നിർബന്ധിച്ച് അവൻ്റെ ഒപ്പം കൂട്ടി അയക്കുക. ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല. കുട്ടി നിർബന്ധിച്ചപ്പോൾ പിറന്നാളായിട്ട് കരയിക്കണ്ടെന്ന് കരുതി. ഒപ്പം വീട്ടിൽ അടച്ചിരിക്കുന്ന ഊർമിളയ്ക്ക് അതൊരു റിലാക്സ് ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്നും കരുതി. അത്രയേ ഉള്ളൂ. പിന്നെ ഊർമിളയോട് പോകണ്ടെന്ന് ഇനി എങ്ങനെയാ പറയുക? കുട്ടിയും സമ്മതിക്കില്ല. ശോ, എൻ്റെ പൊട്ടത്തര. ആദ്യമേ എന്തെങ്കിലും പറഞ്ഞങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത വഴി എന്താന്ന് ആലോചിക്കുക. ഏതായാലും അവനെയും കുട്ടിയെയും ഊർമിളയും കൂട്ടി അയക്കുന്ന പ്രശ്നമില്ല. എന്തു വന്നാലും അതിൻ്റെ പേരിൽ കുട്ടി കരഞ്ഞാൽ പോലും. അല്ലെങ്കിൽ മാഷേ, ഞാൻ കൂടെ പോയാലോ? കുട്ടി ആശിച്ചതല്ലേ. അതുമല്ല, നമ്മൾ മാറി ഇന്ന് സംസാരിച്ച ശേഷം തിരികെ ചെന്ന് ഊർമിളയോട് പോകണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ കൂടെ പോവാം. മാഷിനെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. താൻ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോകണം. അതാ അതിൻ്റെ ശരി. നാട്ടുകാരും സമൂഹവും ഒരു വശത്ത്, അതിലുപരി ശ്യാമിൻ്റെ മാനസികാവസ്ഥ മറുവശത്ത്. എടോ, അവന് പ്രായം അതിക്രമിച്ചിട്ടില്ല. വിചാരങ്ങളും വികാരങ്ങളും അവനും ഉണ്ടെന്ന് ഓർക്കണം. പോരാത്തതിനിപ്പോൾ അമ്മുമോളുടെ മനസ്സ് കവർന്നിരിക്കുക ഊർമിള. അമ്മയുടെ ഒഴിവ് നികത്താൻ അവൾ കാണുന്ന ആശ്വാസം, ആ ആശ്വാസം നാളെ ശ്യാമിനും ഉണ്ടായിക്കൂടുന്നില്ല.